പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ശ്രേയയുടെ കാര്യം പറയുന്നുണ്ട്. ശ്രേയ ആരായിരിക്കും, അവളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അവരുടെ ഭർത്താവിന് അതൊന്നും ഇഷ്ടമല്ല, അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല എന്നല്ലേ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നാളെ ക്ലയൻസ് വന്നു കഴിയുമ്പോൾ അവരെന്തെങ്കിലും സ്പോട്ടിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറഞ്ഞാൽ ശ്രേയ ജ്വല്ലറിയിലേക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് അവരുടെ ഭർത്താവിനൊന്നും ഇഷ്ടമല്ലല്ലോ. നയന പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെ വീട്ടിൽ തളയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ കഴിവുകളൊന്നും ഇങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ശ്രേയയുടെ സേവനം ലഭിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഭർത്താവിനോട് എല്ലാവരോടും സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവളുടെ സേവനം നമുക്ക് ലഭിച്ചില്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, എന്ത് വന്നാലും ചിലപ്പോൾ നാളെ ആ കുട്ടി ജ്വല്ലറിയിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നുള്ളതിൽ പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നയനയാണെങ്കിലും ഇങ്ങനെ ഓരോന്ന് അത് തടയണമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് നയന പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, വന്ന് കിടക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് ശ്രേയനല്ല പവിത്രേനെ വിളിക്കുന്നുണ്ട്. പവിത്രേനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ആദർശേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രേയ നാളെ ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ ജ്വല്ലറിയിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അത് സാർ എന്നോട് സൂചിപ്പിച്ചിരുന്നു, ഞാനത് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പവിത്രേനോട് ഉള്ളതല്ലേ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നാളെ ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പിന്നീട് ആദർശിന് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ശ്രേയനോട് സംസാരിച്ച ശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ സാറൊന്നും പറഞ്ഞതൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ അവൾ സംസാരിക്കുന്നത് ഇങ്ങനെ ചൂടാവുമ്പോൾ സംസാരിക്കുന്നത് എൻ്റെ ഭാര്യയെ പോലെയാണ് സൗണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രേയ ഇങ്ങനെ സംസാരിച്ചത് 2 സൗണ്ടിലാണെന്നൊക്കെ ആദർശ് നയനയോടും പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നയനയാണെങ്കിലും ആദർശിനെ കുറിച്ച് പറയുന്നുണ്ട്, നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളാൻ നോക്കുക എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ പരമാവധി ശ്രമിക്കുക എന്നൊക്കെ പവിത്രയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇങ്ങനെ കോള് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് നന്ദുവിനെ കാണാനില്ലാത്തതുകൊണ്ട് ഗോവിന്ദനും കനകയും കൂടെ ഇങ്ങനെ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നന്ദു കയറി വരുമ്പോൾ തന്നെ ഗോവിന്ദൻ ഇങ്ങനെ വഴക്ക് പറയുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട, അപ്പോൾ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നന്ദുവിൻ്റെ കയ്യിൽ കിട്ടിയ പൈസയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്കൊക്കെ നല്ല പൈസയും കിട്ടും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പൈസ കൊടുത്തിട്ട്, ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലമാണ്, ഇത് അച്ഛൻ വാങ്ങണം, അതുപോലെ തന്നെ പിന്നീട് അത് ചന്ദ്രന് പലിശക്കാരന് കൊടുത്ത് നോക്കാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നയന പോയതിന് ശേഷം തന്നെ ഞാൻ എന്തെങ്കിലും ജോലി അന്വേഷിച്ചിറങ്ങേണ്ടതായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴേ ആയാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും പറയാതിരിക്കുക നല്ലത്, പ്രത്യേകിച്ചും നയനമോളും അതുപോലെ തന്നെ നന്ദും ഇങ്ങനെ കുറച്ചിങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണല്ലോ എന്നൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു. പിന്നീട് രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് ആദർശ് ഇറങ്ങുമ്പോൾ നയന വീണ്ടും ശ്രേയയുടെ കാര്യം തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടി വന്നില്ലെങ്കിലോ, ഇന്ന് കമ്പനിയിലേക്ക് വന്നില്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇന്ന് ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും എനിക്ക് അവളുടെ വീട്ടിലേക്ക് പോവേണ്ടി വരും, അവളുടെ വീട്ടുകാരോട് അവൾ നല്ലൊരു ഡിസൈനറാണെന്ന് പറയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സേവനം നമുക്ക് ലഭിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദർശിനോട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പെൺകുട്ടികളെ ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടിച്ചമർത്തി ഇടാനൊന്നും പറ്റില്ല, അതൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാവും, പിന്നീട് സ്റ്റാർ ആവുന്നത് അവളായിരിക്കും എന്നൊക്കെ പറയാണ്ട്, അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതുപോലത്തെ പെൺകുട്ടികൾ ഒരുപാട് ഉണ്ടാവില്ലോ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ, നീ നിൻ്റെ കാര്യമാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അമ്മയുടെ മുഖം ഒന്ന് കണ്ടിട്ട് പോവാം, എന്തായാലും അമ്മയുടെ മുഖം കണ്ടിട്ട് പോകുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഭാര്യയുടെ മുഖം കണ്ടിട്ട് പോകുന്നത് നല്ലത് തന്നെയാണെന്ന് പറയാണ്. അത് നീയല്ല പറയേണ്ടത്, ഞാനാ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നീട് നയനോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നീട് ഇങ്ങനെ ആദർശിന് ഇങ്ങനെ കുട്ടിക്കാലത്ത് ശ്വാസം മുട്ടലുണ്ടായപ്പോൾ ദേവയാനി നോക്കിയ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശ് ഓഫീസിലേക്ക് എത്തിയിട്ട് ശ്രേയനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ക്ലയൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അവരെന്തെങ്കിലും സ്പോട്ടിൽ മാറ്റം പറഞ്ഞാൽ അത് പവിത്ര അങ്ങ് ചെയ്ത് കൊടുത്തേക്കണം എന്നൊക്കെ പറയുമ്പോൾ പവിത്രയ്ക്ക് അതങ്ങ് പറ്റുന്നില്ല കേട്ടോ. പിന്നീട് അവരിങ്ങനെ കോൺഫറൻസ് ഹാളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ക്ലയൻസ് ഇരിക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവർക്ക് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പവിത്രയാണ്, ഈ കുട്ടിയല്ലേ ഇവിടുത്തെ ഡിസൈനർ, അപ്പോൾ അത് കുട്ടിക്ക് മാറ്റം
വരുത്താൻ പറ്റുമല്ലോ, ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഇത് കിട്ടിയിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇത് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും സമീപിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ പിന്നീട് പവിത്രേനെ ഒരാൾ സഹായിക്കുന്നുണ്ട്, ആ കുട്ടീനെയും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. എന്നാൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാറ്റി വരുത്തി കൊടുക്കാനായിട്ട് പറയുകയാണ്. പിന്നീട് പവിത്രയും ആദർശും കൂടെ ആദർശിൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയ വന്നേ പറ്റുള്ളൂ എന്ന് ആദർശ് നിർബന്ധമായിട്ടും പറയുകയാണ് കേട്ടോ, അല്ലെങ്കിൽ കോടികളുടെ നഷ്ടമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പവിത്രേനോട്. അപ്പോൾ ശ്രേയനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ശ്രേയനെ വിളിക്കാൻ പറയുമ്പോൾ പവിത്ര ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, നിനക്ക് വിളിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ദേശമംഗലം എന്ന് പറയുന്ന സ്ഥലം എനിക്ക് അറിയാത്തതൊന്നല്ല, ഞാൻ നേരിട്ട് അവിടേക്ക് പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ അതൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞിട്ട് പവിത്ര അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്. ഈ പവിത്ര അതുപോലെ തന്നെ ക്ലയൻസും അതുപോലെ തന്നെ ശ്രേയ എല്ലാവരും കൂടെ എന്നെ ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നുള്ളൊരു ചിന്തയ്ക്ക് ആദർശനുണ്ട്. പിന്നീട് നൈനിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അപ്പം നൈനിയാണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ശ്രേയാണെന്ന് പറയുമ്പോൾ ആദർശ് ഫോൺ വാങ്ങിച്ചിട്ട് നൈനിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കോടികളുടെ ബിസിനസ്സാണ് ഇങ്ങനെ നഷ്ടമാവാൻ പോകുന്നത്, അതിലവർക്ക് മാറ്റം വരുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ കമ്പനിക്ക് എത്രയാണോ ലാഭം കിട്ടുന്നത് അതിൻ്റെ മുഴുവൻ ഇതും ഇങ്ങനെ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് എന്നെ ശ്രേയ ഒന്ന് സഹായിച്ചേ പറ്റുള്ളൂ, അപ്പോൾ എനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ നൈന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വേണ്ടാന്നൊക്കെ നൈന പെട്ടെന്ന് തന്നെ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ ഇന്ന് എനിക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ മുൻപത്തെ പോലെയല്ല, ഇത് ഒരുപാട് ബൾക്ക് ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഇങ്ങനെ മൂർത്തിസ് ജ്വല്ലറിയുടെ ആ ഗുഡ് വില്ലൊക്കെ നഷ്ടപ്പെടും അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവരത് നഷ്ടപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ MD കസേരയിൽ അങ്ങനെ ഇരിക്കാനും പറ്റില്ല, ഞാൻ ചിലപ്പോൾ റിസൈൻ ചെയ്തു എന്ന് വരാമെന്നൊക്കെ പറയുമ്പോൾ നൈനിക്കാണെങ്കിലും ആകെ ഒരു സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ നൈനിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആദർശ് പവിത്രയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുമ്പോൾ പവിത്രയാണെങ്കിലും നൈനിനോട് പറയുന്നുണ്ടായിരുന്നു, ഇത് മേഡം വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും നൈന. അപ്പോൾ മേഡം ഇപ്പോൾ പവിത്ര പറയുന്നുണ്ട് മേഡത്തിന് ശരി എന്ന് തോന്നുന്നത് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നൈന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.